അപ്പാനി ശരത്ത് അനിമോളെ പുറത്താക്കാൻ ഒരുപാട് പാടുപെടുന്നു. സത്യാവസ്ഥ അറിഞ്ഞാൽ നിങ്ങൾ അപ്പാനി പുറത്തു സത്യം പറയണം. കൂടാതെ നിങ്ങൾ ചാനൽ ലൈക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് പറഞ്ഞാൽ ഞാനിത് പുതിയ പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി. എസൈലിനെ അനിമോള് ചെറിയൊരു തള്ളു തള്ളി. നിങ്ങൾ എത്ര പേര് കണ്ടെന്ന് എനിക്കറിയില്ല, ലൈവിൽ ഇരുന്നവർക്ക് മനസ്സിലായി. പക്ഷേ ചെറിയ രീതിയിലൊരു തള്ളു തരും. പക്ഷേ ഗസൽ അത്ര വലിയ കാര്യമായിട്ട് എടുത്തില്ല. പക്ഷേ ഇതിന് ശേഷം അക്ബർ ഖാനും അപ്പാനിയും കൂടെ കൂടി പറയുന്നുണ്ട്, ഇത് ശരിയായ പേടി, ഇതിങ്ങനെ വിട്ടാൽ പറ്റിയാൽ ഇനി നിന്നെ ആവർത്തിക്കുക, അതുകൊണ്ട് നീ ഇങ്ങനെയൊന്നും ചെയ്താൽ പറ്റിയല്ല എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഇത് ചെയ്യുന്നുണ്ട്. അപ്പം അപ്പാനി ശരത്തിന് അറിയാം ഇത് ഫിസിക്കൽ ഇതായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അനിമോൾ അവിടുന്ന് പുറത്താക്കാം. അനിമോൾക്ക് പുറത്ത് നല്ല സപ്പോർട്ടുള്ളത് അപ്പാനിക്ക് അവിടെയുള്ള മത്സരാർത്ഥികൾക്ക് എല്ലാം അറിയാം. പുറത്ത് നല്ല അത്യാവശ്യം സപ്പോർട്ടുള്ള ആളാണ് അനുകുട്ടി. ഈ അനുമോൾ അവിടെ കരയുന്നൊക്കെ ഉണ്ട്. പക്ഷെ അത് ആൾക്കാരൊക്കെ ഭയങ്കര ഇതായിട്ട് എടുക്കും. ഗസലിനെ പല ആളുകളും സംരക്ഷിക്കുന്ന രീതിയിലാണ് പല വീഡിയോസും പല യൂട്യൂബ് വീഡിയോസും ഞാൻ കണ്ടിരിക്കുന്നത്. പക്ഷെ അനുമോളെ കരയുന്നതും പെട്ടെന്ന് കരയുന്നതൊക്കെ അത് അത്ര ബിഗ് ബോസിന് പറ്റിയതല്ല, ഉള്ള കാര്യമുള്ള പോലെ പറയും. പക്ഷെ ഇപ്പം അപ്പാനി അവിടെ കിടന്ന് കളിക്കുന്ന കളി, അപ്പാനിക്ക് ദേഷ്യമുള്ളവരെ അല്ല അപ്പാനിക്ക് വൈരാഗ്യമുള്ളവരെ അപ്പാനി അവിടെ നിന്ന് പുറത്താക്കാനാണ് നോക്കുന്നത്. അത് വല്ലാത്തൊരു ഇതാണ്. എന്നുവെച്ചാൽ അപ്പാനിക്ക് ദേഷ്യമുള്ളവരൊന്നും ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടാകാൻ പാടില്ല. അപ്പാനിക്ക് കുറച്ച് ഗ്യാങ് ഉണ്ട്. ഗ്യാങ്ങെല്ലാം അത്യാവശ്യം അവിടെയുള്ള ഗ്യാങ്ങിലെല്ലാം ഇതിൻ്റെ ലീഡർ അപ്പാനിയാണ്. അതിലെതിര് നിൽക്കുന്ന അനീഷ്, അനുമോള്, ആതിര, നൂറ, ശൈത്യ, ഇത്ര പേരാണ് ഇവർക്ക് എതിരായിട്ട് നിൽക്കുന്നത്. പക്ഷെ ഇവരെല്ലാം ഒരു ഗ്യാങ് ആയിട്ടൊന്നും നിൽക്കുന്നുമില്ല. ശൈത്യ അനുമോളുമാണ് ഒരു ഇതായിട്ട്. പിന്നെ ആതിര, നൂറ അവരുടെ കൂടെ കൂടുന്നുണ്ട്. വേറെ ആരും. പിന്നെ അനീഷ് ഒറ്റയ്ക്ക് നിൽക്കുന്ന ആളാണ്. ഷാനവാസ് അവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്ന പുള്ളിയുടെ അഭിപ്രായം പറയും. പിന്നെ ഒരു പരിധി വരെ അഭിലാഷ് പുള്ളിയും ഒരു പരിധി വരെ ഇതിലായിട്ട് നിൽക്കുന്നതാണ്. ബാക്കിയുള്ള എല്ലാ കണ്ടസ്റ്റൻസും ഈ അപ്പാനിയുടെ പുറകെയാണ്. അപ്പാനി പറയുന്ന വേദവാക്യം എന്ന് പറയുന്ന നടക്കുന്ന ആൾക്കാരാണ്. ഈ അനുമോളെ എങ്ങനെയെങ്കിലും പുറത്താക്കണമെന്നാണ് അപ്പാനിയുടെ ആഗ്രഹം. പക്ഷേ എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ അപ്പാനി പോകണമെന്നാണ്. അവിടെ എല്ലാ പ്രശ്നങ്ങൾക്കും അപ്പാനി തന്നെയാണ്. അല്ല അനീഷും ഒന്നുമല്ല അവിടെ പ്രശ്നം ഉണ്ടാകും. അപ്പാനി കടന്ന് ഏതാണ്ട് വലിയ ആനയാണ്, ചേനയാണ് എന്നൊക്കെ പറഞ്ഞ് അപ്പാനി അവിടെ കടന്ന് ഷോ കളിക്കുന്നുണ്ട്. വെറും പട്ടി ഷോ ആയെന്ന് ഞാൻ പറയുള്ളൂ. വേറെ ഒന്നല്ല, ലൈവ് കാണുന്നവർക്ക് അറിയാം അവൻ കാട്ടിക്കൂട്ടുന്നതിനാണ്. എന്നിട്ട് ഇവൻ അനീഷിനോടും ബാക്കിയുള്ളവരോടൊക്കെ പറയും, നീയല്ലേ കാട്ടിക്കൂട്ടുന്നത്, ഞങ്ങളല്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. ഈ ഇവൻ തന്നെ ഒരു എൻ്റെ ഓർമ്മ ശരിയാണ്, കഴിഞ്ഞ ആഴ്ച നമ്മുടെ ജയിലിൽ പോയപ്പോൾ അനുമോളോട് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ അനുമോളും അനീഷും തമ്മിൽ പ്രശ്നം ഉണ്ടാകുകയൊക്കെ ചെയ്തു. അപ്പം അപ്പാനി അവിടെ അനുമോളുടെ സഹോദരനായിട്ട് ഇടപെട്ട അതേ അനുമോളെ ഇറക്കി വിടാനാണ് അപ്പാനി ഇവിടെ ശ്രമിക്കുന്നത്. എസേലിനെ ഇളക്കി വിട്ട്. എസേൽ അതിൽ പെടുവോ ഇല്ലയോ എന്ന് നമുക്കറിയാൻ പറ്റില്ല. അത് വരും അടുത്ത വീഡിയോയിൽ നമുക്കറിയാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ അടുത്ത ലൈവിലേ ഉള്ളൂ. ഇപ്പം ലൈവ് നടക്കുന്ന കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. എന്തായാലും അപ്പാനി അവിടെ കിടന്ന് നല്ല കളി കളിക്കുന്നുണ്ട്. അപ്പാനി ഈ ഒച്ച വെച്ചാലല്ല അവിടെയുള്ള ഒരു പേടിക്കും. പിന്നെ അക്ബറപ്പോലുള്ളവർ കൂടെ ഉണ്ട് എന്നുള്ള ആ ഇതാണ് അപ്പാനിയോട് എതിരായിട്ട് നിൽക്കുന്ന ആളുകളെ എല്ലാം അപ്പാനി അവിടെ ഇതാക്കുവാണ്. അപ്പോൾ എൻ്റെ ഈ കൊച്ചുകൂടെ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കും. ഇഷ്ടമായി വീഡിയോയിലേക്ക് ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ്. താങ്ക് യു, ബൈ.